ജോർജിയയിലെ ശാന്തമായ ലേക്ക് ഒക്കോണിയുടെ മനോഹരമായ കാഴ്ചകൾ, സമ്പന്നമായ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലെ വലിയ വീടുകൾ, ഈ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിപ്പിച്ച ഒരു കൊടും ക്രൂരതയുടെ കഥയാണിത്. 2014 റസൽ ഷെർലി ഡെർമോണ്ട് എന്നീ വയോധിക ദമ്പതികൾ അവരുടെ വീട്ടിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. 88 വയസ്സുള്ള ഭർത്താവിൻ്റെ ശിരസറ്റ ശരീരം ഗ്യാരേജിൽ, 87 വയസ്സുള്ള ഭാര്യയുടെ മൃതദേഹം ദിവസങ്ങൾക്കു ശേഷം തടാകത്തിൽ കോൺക്രീറ്റ് കട്ടകൾ കെട്ടിത്താഴ്ത്തിയ നിലയിൽ. ഒരു ദശാബ്ദം കഴിഞ്ഞിട്ടും ഈ കൊലപാതകം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ആരാണ് അവരെ കൊന്നത്? എന്തിനു വേണ്ടി? ഈ നിഗൂഢതയുടെ എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റസൽ ജോസഫ് ഡെർമോണ്ട്, ഷെർലി ബെൽ വിൽക്കോക്കസ് 62 വർഷം നീണ്ട ദാമ്പത്യ ജീവിതം നയിച്ച സന്തോഷമുള്ള ഒരു സാധാരണ അമേരിക്കൻ ദമ്പതികളായിരുന്നു അവർ. റസൽ ഡെർമോണ്ട് ഒരു ലോകമഹായുദ്ധ വെറ്ററൻ ആയിരുന്നു. വിരമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു. റസൽ അറ്റ്ലാന്റയിൽ ഹർഡീസ് ഭക്ഷണശാലകളുടെ നിരവധി ഫ്രാഞ്ചൈസികൾ നടത്തിയിരുന്നു. സാമ്പത്തികമായി നല്ല നിലയിലായിരുന്നു ഡെർമോണ്ട് കുടുംബം. 4 മക്കളും 9 പേരക്കുട്ടികളുമുള്ള ഒരു വലിയ കുടുംബമായിരുന്നു അവരുടേത്. 2000 അവർ അറ്റ്ലാന്റയിൽ നിന്ന് വിരമിച്ച് ജോർജിയയിലെ മനോഹരമായ ലേക്ക് ഒക്കോണിയിലുള്ള ഗ്രേറ്റ് വാട്ടേഴ്സ് എന്ന ഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയിലേക്ക് താമസം മാറ്റി. തടാകക്കരയിൽ $1 കോടി വിലമതിക്കുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട്ടിലായിരുന്നു അവരുടെ ശിഷ്ടജീവിതം. സുഹൃത്തുക്കളോടും അയൽക്കാരോടും നല്ല ബന്ധം പുലർത്തിയിരുന്ന, ഒരുപാട് സ്നേഹിക്കപ്പെട്ടിരുന്നവരായിരുന്നു റസലും ഷെർലിയും. എന്നാൽ ഇവരുടെ കുടുംബത്തിന് വർഷങ്ങൾക്ക് മുൻപേ ഒരു ദുരന്തം സംഭവിച്ചിരുന്നു. ദമ്പതികളുടെ ഒരു മകൻ മയക്കുമരുന്ന് ഇടപാടുകൾക്കിടെ കൊല്ലപ്പെട്ടിരുന്നു. ഈ മുൻ സംഭവത്തിന് നിലവിലെ കൊലപാതകങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷണത്തിൽ സംശയം ഉയർന്നിരുന്നു. 2014 മെയ് 3 നടന്ന കെൻഡക്കി ഡെർബി പാർട്ടിയിൽ ഡെർമോണ്ട് ദമ്പതികൾ പങ്കെടുക്കുമെന്ന് അയൽക്കാർക്ക് വാക്കുകൊടുത്തിരുന്നു. എന്നാൽ അവർ എത്തിയില്ല. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് അയൽക്കാർക്ക് സംശയമായി. മെയ് 6 ഒരു അയൽക്കാരൻ അവരെ കാണാനായി വീട്ടിലെത്തി. വീടിൻ്റെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്തൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ വീടിനകത്ത് യാതൊരു തകരാറും വരുത്തിയിട്ടില്ലാത്ത അതീവ വൃത്തിയുള്ള ഒരു ക്രൈം സീനായിരുന്നു അത്. വീടിനുള്ളിൽ ഷെർലിയുടെ പേഴ്സ്, മൊബൈൽ ഫോൺ, കാർ താക്കോൽ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഗ്യാരേജിലേക്ക് കടന്ന അയൽക്കാരൻ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കാറിന് പിന്നിലായി രക്തത്തിൽ കുളിച്ച നിലയിൽ റസൽ ഡെർമോണ്ടിൻ്റെ ശിരസറ്റ ശരീരം. തല അവിടെങ്ങും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ പോലീസ് എത്തി. റസലിൻ്റെ തലയും ഭാര്യ ഷെർലിയെയും വീട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ ഷെർലിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന് പോലീസ് ആദ്യം സംശയിച്ചു. പോലീസ് വിപുലമായി തിരച്ചിൽ ആരംഭിച്ചു. തടാകത്തിൽ സ്കൂബ ഡൈവർമാരെ ഉപയോഗിച്ചും കടാർ ഡോഗ്സിനെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി. റസലിൻ്റെ മൃതദേഹം കണ്ടെത്തി 10 ദിവസങ്ങൾക്ക് ശേഷം മെയ് 16 2 മത്സ്യത്തൊഴിലാളികൾ ലേക്ക് ഒക്കോണിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ ഷെർലി ഡെർമോണ്ടിൻ്റെ മൃതദേഹം കണ്ടെത്തി. അവരുടെ ശരീരം ഒരു നീല വലയിൽ പൊതിഞ്ഞ് 2 30 പൗണ്ട് കോൺക്രീറ്റ് കട്ടകൾ വെച്ച് ഭാരം വർദ്ധിപ്പിച്ച് തടാകത്തിൽ താഴ്ത്തിയ നിലയിലായിരുന്നു. പുട്നം കൗണ്ടി ഷെരീഫ് ഹോവാർഡ് സിൽസിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമായി നടന്നു. ഈ കേസിനെ കൂടുതൽ നിഗൂഢമാക്കുന്ന ചില വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലും ക്രൈം സീൻ പരിശോധനയിലും കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ കോളറിൽ നിന്ന് വെടിയുണ്ടയുടെ അംശം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ റസലിന് വെടിയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് കരുതുന്നു. വെടിയേറ്റതിന് ശേഷമാണ് തലയറുത്തത്. വെടിയുണ്ട കണ്ടെത്തുന്നത് ഒഴിവാക്കാനാകാം ശിരച്ഛേദം നടത്തിയതെന്ന് ഷെരീഫ് സിൽസ് അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, റസലിനെ കൊന്നത് ഗ്യാരേജിൽ വെച്ചല്ല, മറ്റെവിടെയോ വെച്ചാണെന്നും ശരീരം പിന്നീട് ഗ്യാരേജിൽ കൊണ്ടിട്ടതാണെന്നും കരുതുന്നു. ഷെർലിയെ തലയ്ക്ക് കട്ടിയുള്ള വസ്തു ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരുപക്ഷെ ഒരു ചുറ്റികയാകാം ഇതിനായി ഉപയോഗിച്ചത്. അതായത് ഭർത്താവിനെയും ഭാര്യയും കൊലപ്പെടുത്തിയത് 2 വ്യത്യസ്ത രീതികളിലാണ്. വീട്ടിൽ നിർബന്ധിതമായി പ്രവേശിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. വിലപിടിപ്പുള്ള ഒന്നും മോഷണം പോയതുമില്ല. അതുകൊണ്ട് തന്നെ കവർച്ചയായിരുന്നില്ല കൊലപാതകത്തിൻ്റെ ലക്ഷ്യം. വീടിനുള്ളിൽ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ കൊലയാളിക്ക് ഡെർമോണ്ട് ദമ്പതികളെ മുൻ പരിചയമുണ്ടായിരിക്കാമെന്നും അവർ സ്വയം വാതിൽ തുറന്നു കൊടുത്തതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. ഷെരീഫ് സിൽസ് വിശ്വസിക്കുന്നത് ഒന്നിലധികം ആളുകൾ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ്. റസലിൻ്റെ ബിസിനസ് ബന്ധങ്ങൾ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു. എന്നിരുന്നാലും ഇരുവർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഷെർലിയുടെ മൃതദേഹം കോൺക്രീറ്റ് കട്ട കെട്ടി താഴ്ത്തിയത്, റസലിൻ്റെ തലം നീക്കം ചെയ്തത് എന്നിവയെല്ലാം തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് വ്യക്തമാണ്. എന്നാൽ മൃതദേഹം തടാകത്തിൽ താഴ്ത്തുന്ന രീതിയിലുണ്ടായ പാളിച്ചകൾ കാരണം കൊലയാളി പ്രൊഫഷണൽ അല്ലെന്നും ഷെരീഫ് അഭിപ്രായപ്പെട്ടു. 1 ദശാബ്ദം പിന്നിട്ടിട്ടും ഈ കേസ് ഒരു കോൾഡ് കേസായി തുടരുകയാണ്. റസലിൻ്റെ തല ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പ്രതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. എന്നാൽ 2024 കേസിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായി.
FBI പ്രാദേശിക അധികാരികളുടെയും സഹായത്തോടെ നടത്തിയ നൂതന ഫോറൻസിക് പരിശോധനയിൽ ക്രൈം സീനിൽ നിന്ന് ഡെർമോൺ ദമ്പതികളുടേതല്ലാത്ത പുതിയ DNA തെളിവുകൾ കണ്ടെത്തി. കൊലപാതകളുടേതാകാൻ സാധ്യതയുള്ള ഈ DNA കൂടുതൽ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുന്നവർക്ക് ലഭിക്കുന്ന റിവാർഡ് തുക 20,000-ൽ നിന്നും 25,000-ലേക്ക് ഏകദേശം 20 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ടും ഷെരീഫ് ഹോവാർഡ് സിൽസും FBI ഈ കേസ് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഒരുപാട് പേരെ ചോദ്യം ചെയ്യുകയും പോളിഗ്രാഫ് ടെസ്റ്റുകൾ നടത്തുകയും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തിട്ടും ഒരു വ്യക്തമായ തുമ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. റസൽ, ഷേർലി ഡെർമോണ്ട് എന്നീ നിസ്സഹായരായ വയോധികരെ എന്തിനുവേണ്ടി ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തി എന്നത് ഇന്നും ജോർജിയൻ അധികാരികളെ കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്. കൊലപാതകത്തിൻ്റെ രീതിയിലെ വൈരുദ്ധ്യങ്ങൾ, മോഷണം നടക്കാത്തത്, തല നീക്കം ചെയ്തത്, മൃതദേഹം കോൺക്രീറ്റ് കട്ട കെട്ടി തടാകത്തിൽ താഴ്ത്തിയത്, ഇതൊന്നും ഒരു വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. പുതിയതായി കണ്ടെത്തിയ DNA തെളിവുകൾ ഈ ദുരൂഹമായ കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും കുടുംബാംഗങ്ങളും. ഡെർമോൺ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ക്രൈം പ്രേമികൾ ഇന്നും ഈ കേസിൻ്റെ വഴിത്തിരിവുകൾക്കായി കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് നൽകുക. അതോടൊപ്പം എന്തിനെക്കുറിച്ചെങ്കിലും വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.